വിവാഹ ജീവിതത്തിന്റെയും സ്വന്തം സ്ഥാപനത്തിന്റെയും 50-ാം വാർഷികം ആഘോഷിച്ച് ദമ്പതികൾ. കാട്ടാകുളം കരുവത്തിൽ മോഹനനും ഭാര്യ വിലാസിനിയുമാണ് തങ്ങളുടെ വിവാഹ ജീവിതത്തിന്റെയും തങ്ങളുടെ സ്ഥാപനമായ കാട്ടാകുളം കരുവത്തിൽ സ്റ്റോഴ്സിന്റെയും 50-ാം വാർഷികം ആഘോഷിച്ചത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. വയൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജേഷ് തൈത്തറ നേതൃത്വം കൊടുത്ത ചടങ്ങിൽ വാർഡ് മെമ്പർ പ്രഥമകുമാർ ദമ്പതികളെ പൊന്നാട അണിയിച്ചു. SNDP യോഗം മാടവന ശാഖാ സെക്രട്ടറി വിമി മംഗളാനന്ദൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കു വേണ്ടി TS നാസർ, കാക്കനാട്ടുകുന്ന് SNDP ശാഖാ സെക്രട്ടറി ശിവദാസൻ എന്നിവർ ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ കുടുംബാംഗങ്ങളും ഒട്ടേറെ നാട്ടുകാരും പങ്കെടുത്തു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, മലയാളം ഫുഡ് പ്രൊഡക്റ്റ് MD സുനിൽകുമാർ, മാടവന മരണസംഘം പ്രസിഡന്റ് VG മോഹനൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ, SNDP യോഗം മുൻ കൗൺസിലർ KG ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അമ്മയ്ക്കും കൊടുത്തു, കൊടുത്തോ, അമ്മയ്ക്കും കൊടുത്തോ. പ്രത്യേകത നിറഞ്ഞ ഒരു ചടങ്ങിനൂടെ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ 50 വർഷം വിവാഹ ജീവിതത്തിലും കരുവത്തിൽ സ്റ്റോഴ്സ് 50 വർഷം ആയി തുടങ്ങിയിട്ട് അപ്പം ഇത് രണ്ടിൻ്റെയും 50-ാം വാർഷികം എത്തുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ മോനേട്ടൻ ഇത് ഒന്ന് ആഘോഷിക്കണം. കാരണം എന്നെ ഇവിടെ നിലനിർത്തിയത് ഇവിടുത്തെ നാട്ടുകാരാണ്. അപ്പോൾ അവരോടൊക്കെ ഒത്ത് ഒരു ദിവസം കൊണ്ടാടണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നമ്മളിവിടുത്തെ നാട്ടുകാരായ നമ്മളതിന് മുൻകൈ എടുത്ത്. സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു സൈക്കിൾ കടയായിട്ടാണ് അദ്ദേഹം ഇവിടെ 1975 ഇവിടെ കച്ചവടം തുടങ്ങുന്നത്. ആ സമയത്താണ് വിലാസിനി ചേച്ചിനെ വിവാഹം ചെയ്ത് കൊണ്ടുവരികയും അപ്പം അന്ന് ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ 4-5 സൈക്കിളും ചെറിയ തുച്ഛമായ വരുമാനവും. അപ്പം അന്ന് വിലാസിനി ചേച്ചിനോട് പറഞ്ഞെന്നാണ് പറയണതാണ്, ഇതുകൊണ്ടൊന്നും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ആന്ധ്രാപ്രദേശിലേക്ക് പോവും. അപ്പോൾ വിലാസിനി ചേച്ചി പറഞ്ഞ് നിങ്ങൾ എങ്ങും പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ ഇതൊരു പലചരക്ക് കച്ചവടമായിട്ട് നമുക്ക് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുകയും 5-ാം ദിവസം വിവാഹം കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്ന് ചെറിയ തോതിൽ ഇത് ആരംഭിക്കണം. സത്യത്തിൽ അതിൻ്റെ 50-ാം വാർഷികമാണ് ഇപ്പോൾ നമ്മളിന്നിവിടെ ആഘോഷിക്കണം. ചെറിയ തോതിൽ ആ കച്ചവടം 2 കൂട്ടരും ഒരുമിച്ച്, നമുക്കറിയാം ഒരു കച്ചവടം തുടങ്ങുമ്പോൾ അത് 50 വർഷമൊക്കെ എത്താന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 15 മണിക്കൂറാണ് ഒരു ദിവസം ഒരു കടയിൽ ചെലവഴിച്ചിരിക്കുന്നത്. 6 മണിക്ക്, അന്നത്തെ കാലത്ത് 6 മണിക്ക് തുടങ്ങിയാൽ 9 മണി വരെയും ഈ കട ഉണ്ടായിരുന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴുള്ള സൗകര്യങ്ങളില്ല. സാധനങ്ങൾ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ സൈക്കിൾ ചവിട്ടി കോട്ടപ്പുറത്ത് പോയിട്ട് ആ സാധനങ്ങൾ കൊണ്ടുവരും. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് പുള്ളി പറഞ്ഞത്. പല ഘട്ടങ്ങളും അതിനിടയിൽ പല തടസ്സങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ കൂടി രണ്ടുപേരും വളരെ ഒരുമയോടുകൂടി തന്നെ ഈ കച്ചവടത്തിന് മുതിർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കരുവത്തിൽ സ്റ്റോഴ്സ് ശരിക്കും 50 വർഷത്തിലേക്ക് എത്തിച്ചേരുന്നത്. പിന്നെ മോഹൻചാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാമൂഹികരമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു സ്വഭാവക്കാരനും കൂടിയാണ്. എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് തുറന്നു പറയും.
നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ പരിഹരിക്കും. ഇപ്പോൾ കാട്ടാളം എന്ന് പറഞ്ഞ പ്രദേശം നമുക്കറിയാം, പല പ്രശ്നങ്ങളും പല ഇതികളും ഉള്ള സമയത്തും പല ഇൻഫർമേഷൻസുകളും പുള്ളി തരും. അതിനെതിരെ പുള്ളിക്ക് ഭയങ്കര ഭീഷണി വരെ ഉണ്ടായ കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതൊന്നും വയ്ക്കാതെ ഇവരൊരുമിച്ച്, അപ്പോൾ ഞാനൊരു ദിവസം മോഹൻചാനോട് ചോദിച്ചത്, മോഹൻചാൻ ഇതെങ്ങനെയാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് ഈ നിങ്ങൾ ഒരു തല്ലുകൊടുത്തൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരുമിച്ച് പോകണമെന്ന് ചോദിച്ചപ്പോൾ, കാരണം എന്നോട് പറഞ്ഞ ഒരു ദിവസം ആകെ 36 ദിവസമാണ് ഇവർ ആകെ പിരിഞ്ഞിരുന്നിരിക്കുന്നത്. കാരണം അത് ഇദ്ദേഹത്തിനൊരു ബൈപ്പാസ് സർജറിയുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആ സമയം, പിന്നെ മകൾക്ക് വയ്യാത്ത ഒരു സമയത്ത്. അപ്പം ഞാൻ ചോദിച്ചു ഈ തല്ലുകൊടുത്തൊന്നും. അപ്പോൾ മോഹൻചാരൻ എന്നോട് പറഞ്ഞത് സമയം കിട്ടുന്നില്ല തല്ലുപിടിക്കാൻ. കാരണം 6 മണിക്ക് 5:30 എൻ്റെ ആള് പറമ്പിക്കുളങ്ങര ക്ഷേത്രത്തിൽ പോകും. പിന്നെ വന്ന് 6 മണിക്ക് കച്ചവടം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണ്, പോരാത്ത സാധനങ്ങൾ മേടിക്കണം. ഇതിനിടയിൽ അങ്ങനെ ഒരു സമയം കിട്ടണില്ല. നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. പല കുടുംബങ്ങളിലും നമുക്കറിയാം ഡൈവേഴ്സുകളൊക്കെ കൂടി വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇവരൊക്കെ ശരിക്കും മാതൃകയാവേണ്ട ആൾക്കാർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന മോഹൻചാൻ കുടുംബത്തിലും എല്ലാവിധ ആശംസകൾ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സ്ഥാപനം കൊണ്ടുനടക്കുമ്പോൾ അതിൻ്റെതൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളത്. അപ്പം എല്ലാവരും കാണുന്നതാണ് മോഹൻചേട്ടൻ അല്ലെങ്കിൽ മോഹൻചേട്ടൻ്റെ ഭാര്യ. മൂന്നാമത് ഒരാൾ ഈ കടയിൽ നമ്മ ഒരിക്കലും അവിടെ പണിക്ക് വേണ്ടിങ്ങാണ്ട് കാണാറില്ല. നമുക്കൊക്കെ ഒരുപാട് അസൂയ തോന്നിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഈ പ്രായത്തിലും ഇങ്ങനത്തെ ഒരു സ്ഥാപനമൊക്കെ കൊണ്ടുനടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു കാര്യമാണ്. നമ്മളൊക്കെ സ്ഥാപനം തുടങ്ങിങ്ങാണ്ട് 3-ാമത്തെ വർഷം അടച്ചു കിട്ടി. ഇപ്പോൾ മെമ്പറായപ്പോൾ അതിന് സമയം കിട്ടാണ്ട് ഇപ്പോൾ ബേക്കറിയൊക്കെ നമ്മൾ അടച്ചു വിട്ടേണ്ട ഗതികേട്ടില്ല. അതുകൊണ്ട് അറിയപ്പോൾ മോഹൻചേട്ടനൊക്കെ ഇത്രയും 50 വർഷമൊക്കെ ഒരു സ്ഥാപനം കൊണ്ടുനടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഇനിയും പുതിയ സാങ്കേതികതകളൊക്കെ ഉപയോഗിച്ചിട്ട് മോഹൻചേട്ടൻ ഇതൊക്കെ ഒരു നല്ലൊരു സൂപ്പർ മാർക്കറ്റൊക്കെ ആക്കി AC പോലെയൊക്കെ ആക്കി വലിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളിയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്